ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മളിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പൊതിച്ചോറ് എപ്പോഴും നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കി കഴിക്കുന്നത്, പക്ഷേ ഇത് ഇന്നത്തെ പൊതിച്ചോറ് നമ്മുടെ വീട്ടിലേക്കല്ല കേട്ടോ. അപ്പം നമ്മുടെ പൊതിച്ചോറ് നമ്മൾ അറിയാൻ മേലാത്ത 3 കരങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് തന്നെ കേട്ടോ. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവർ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ പൊതിച്ചോറ് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 2-3 ദിവസം മുമ്പായതുകൊണ്ട് നല്ല ആർഭാട കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ തലേദിവസം രാത്രിയിലാണ് പറയുന്നത് പൊതിച്ചോറ് വേണമെന്ന് കേട്ടോ. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോരൊക്കെ കവറിനകത്താക്കി പാക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വാഴയിലൊക്കെ വാട്ടിയിട്ട് നമ്മൾ നല്ല കുത്തിരി ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിയായിട്ട് നമ്മുടെ വൻപയറില്ലേ, അത് മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉണക്കമുളക് വറുത്ത ചമ്മന്തി കേട്ടോ. പിന്നെ ഒരു മുട്ട പൊരിച്ചത്. പിന്നെ നമ്മൾ കവറിനകത്ത് പാക്ക് ചെയ്തില്ലേ മോര്. ഇത്രയും കറികളാണ് കൊടുത്തു വിടുന്നത്. പക്ഷേ വാഴയിലേക്കകത്തായതുകൊണ്ടും പിന്നെ ഈ കറികളെല്ലാം കൂടെ കൂട്ടി കുഴച്ച് തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പൊതിയാൻ മമ്മിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പൊതിയാൻ ഭയങ്കര പണ്ടേ എക്സ്പേർട്ടാണല്ലോ. അതുകൊണ്ട് ഒരു വിധത്തിലൊക്കെ എങ്ങനെയോ തട്ടിക്കൂട്ടി പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഒരു ഏഷ്യായിട്ടാണ് പൊതിഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊതി കേട്ടോ. പക്ഷേ എനിക്കറിയത്തൊന്നുമില്ല, എന്നാലും ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൊതികൾ നമ്മളറിയാൻ മേലാത്ത 3 കരങ്ങളിൽ എത്തുന്നതെന്ന് അറിയുമ്പോഴേക്കും ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും അവർ പറയും എന്തോ ചെയ്ത് അവസാനം എന്ന് പറയും. എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യങ്ങളിലും നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും നീക്ക് എന്തോ ചെയ്തെന്നാണ് അവർ ചോദിക്കുന്നത്. ആ സമയത്തുള്ളൊരു സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ അവരെ പൊന്നുകൊണ്ട് പൂമാല ഇട്ടെന്ന് പറഞ്ഞാലും ആ സമയത്തുള്ള സ്നേഹം പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവരും മറക്കും കേട്ടോ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇതവരുടെ കൈകളിൽ എത്തുമ്പോഴും അതവർ കഴിക്കുമ്പോഴും നമ്മളെ ജീവിത അവസാനം വരെ ഓർക്കും ആ പൊതി തന്നു വിട്ട ആൾക്കാരേട്ടോ. അപ്പോൾ അത് തന്നെ മതിയല്ലോ, നമ്മുടെ മനസ്സിന് സന്തോഷമാവും. പിന്നെ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ പേരൂടെ എഴുതപ്പെടും. അപ്പോൾ പൊതികളെല്ലാം പാക്ക് ചെയ്ത് കേട്ടോ. ഇനി ഇത് എടുക്കാൻ ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ അവരെടുത്തോളും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.